നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചില ഓർമ്മകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ അങ്ങനെ ഉണ്ടാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇത് നമ്മളെ വിട്ട് ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്നവർക്കെല്ലാം കൊടുത്തയക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചോ, ഉപകാരപ്പെടും. എന്തായാലും റെസിപ്പിയിലേക്ക് പോവാം. ഞാനൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാം. ഈ റെസിപ്പി ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഉണക്കച്ചെമ്മീൻ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടേനു. അത് ഇതിലേക്കിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറേ കാലം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് നെക്സ്റ്റ് ബാച്ചും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ചെമ്മീൻ പൊടി പണ്ടല്ലോ എൻ്റെ വീട്ടിൽ അധികം ഉണ്ടാവും. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ചോറിൻ്റെ കൂടെ ഒരു സ്പൂണിൽ ഇട്ട് തരും. പക്ഷേ ആ ഒരു സ്പൂണ് മതി ആ പ്ലേറ്റ് ചോറ് കഴിക്കാൻ. ആ ഒരു ടൈമിൽ നമുക്കൊരു മിക്സ് ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചെറിയുള്ളി, 1/2 കപ്പ് വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വറ്റൽമുളക്, ഇതൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ആ സെയിം ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ തന്നെ ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ തന്നെ വറുത്ത് മാറ്റണം. നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവരും. ആ വെളിച്ചെണ്ണ കിടന്ന് നല്ല രീതിയിൽ ഡ്രൈ ആക്കുക. കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. ഈ ഒരു ഡ്രൈ ആക്കുന്ന ഒരു സ്റ്റെപ്പ് കുറച്ച് ഇടങ്ങാറുള്ളൂ. ബാക്കിയെല്ലാം ഈസി സ്റ്റെപ്സാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അടിയിലൊക്കെ പിടിക്കും, അതൊന്നും മൈൻഡ് ആക്കണ്ട. ഇതുപോലെ ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതൊക്കെ റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചെമ്മീൻ ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ചെമ്മീനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആക്കി മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്ക്. ഒരുപാട് കാലം ഇത് കേട് കൂടാണ്ട് നിൽക്കും. ചോറിൻ്റെ കൂടെയെല്ലാം ബെസ്റ്റ് ഓപ്ഷനാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണേ. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.